പത്ത് വർഷത്തെ വികസന മുരടിപ്പിന് ശേഷം മണിയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ വികസന നേട്ടത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി ചിന്തിച്ചു. അങ്ങനെയാണ് ഈ ഒരു പുതിയൊരു ഭരണസമിതി നിലവിൽ വന്നത്.
ഭരണസമിതി വന്നിട്ട് 3 മാസം കാലം മാത്രമേ ആയിട്ടുള്ളൂ. പഴയ ഭരണസമിതി തുടങ്ങി വെച്ച 60 റോഡുകൾ ഏകദേശം TS ഒക്കെ പാസ്സായി വന്ന റോഡുകളാണ്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ തന്നെ സെക്രട്ടറിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി AE തന്നെ തിരുവള്ളൂരിലേക്ക് മാറ്റി. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ, അതും തിരുവള്ളൂരേക്ക്. ഹെഡ് ക്ലർക്ക് എന്തിനു പോലും ഇപ്പം നിലവിൽ വന്ന ഒരു സീനിയർ ക്ലർക്ക് ഒരു പോസ്റ്റ് മാറി ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ പോലും വീണ്ടും ഒരു ട്രാൻസ്ഫർ ആക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് അവകാശപ്പെട്ട റോഡുകൾ അതിന്റെ പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കിന്ന് BDO ഓഫീസ് ഉപരോധിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അത് ഇന്ന് ഇവിടത്തോളം എത്തിയിരിക്കുകയാണ്. എന്ത് വന്നാലും നമ്മൾ ഈ ഒരു റോഡിന്റെ സാങ്ഷൻ, അതായത് നമ്മുടെ റോഡ്, നമുക്ക് അവകാശപ്പെട്ട റോഡ് നമുക്ക് തിരിച്ച് നേടിയെടുക്കും വരെ ഈ ഒരു സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന്. ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ UDF RMB മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് വൃത്തിക്ക് കൊണ്ടുവരാനിടയായ സാഹചര്യം, മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാർച്ച് മാസത്തിൽ ഈ വർക്കുകൾ ചെയ്യുന്ന സമയത്താണ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 172ഓളം വർക്കുകൾ അന്തിമഘട്ടത്തിലായി നിൽക്കുന്ന സമയത്താണ് മണിയൂർ പഞ്ചായത്തിന്റെ AE ട്രാൻസ്ഫർ ചെയ്യുന്നത്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ ഓർഡർ വാങ്ങിച്ചതുകൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുന്ന ഒരു ഭാഗത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ, ഹെഡ് ക്ലർക്കിനെ ഉൾപ്പെടെ ഭരണ സൗകര്യാർത്ഥം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മണിയൂരിന്റെ ഭരണത്തിന്, വികസനത്തിന് മന്ദീഭവിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം മണിയൂർ പഞ്ചായത്തിൽ സാധാരണയായി ഒരു വാർഡിനകത്ത് 5 റോഡുകളെങ്കിലും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വർക്കുകൾ നടത്താറുണ്ട്. പക്ഷെ ഈ തവണ നമ്മുടെ UDF RMB ഭരണസമിതി അധികാരത്തിലേറ്റിയിട്ട് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. സാങ്കേതികമായി പരിശോധിച്ചാൽ ജനുവരി പകുതിയോടുകൂടി മാത്രമാണ് ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെ അധികാരത്തിലേറുന്നത്. തുടർന്നിങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തൊഴിലുറപ്പ് റോഡുകളുടെ 10 കോടിയോളം രൂപയുടെ വർക്കുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നാൽ സാധാരണഗതിയിൽ 3 കോടിയുടെ 30% അടിസ്ഥാന വികസന മേഖലയിലേക്ക് റോഡുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കഴിയും. ഇത്തരം റോഡുകൾക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും TS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയിട്ടും എന്താ പറയുക, നിയമത്തിന്റെ ചില നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് BDO ഉൾപ്പെടെയുള്ള അതിന്റെ ഉദ്യോഗസ്ഥന്മാർ JPCയുടെ വാറോല കാണിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ വർക്കുകൾ വേണ്ടത്ര വന്നിട്ടില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇവർ റോഡുകൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചേളന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ പരിശോധിച്ചു. ഏതാണ്ട് ഇതിനോടടുത്ത് തന്നെ ഇൻഡിവിജ്വൽ വർക്കുകളും 10 കോടിയിൽ താഴെ വർക്ക് നിൽക്കുന്ന സ്ഥലത്ത് 68ഓളം റോഡുകൾ ചെയ്തതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ 6 കോടി മാത്രമാണ് ചേളന്നൂർ ചെയ്തിട്ടുള്ളത്. മണിയൂർ പഞ്ചായത്തിനകത്ത് 10 കോടിയുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ വർക്ക് എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പദം ഉപയോഗിച്ചുകൊണ്ട് റോഡ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ, വിശേഷിച്ച് CPIMന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിന്റെ ഭരണപക്ഷത്തുള്ള ആളുകളാണ് ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്നത്. മണിയൂർ പഞ്ചായത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. മണിയൂർ പഞ്ചായത്തിലെ ജനങ്ങളാണ് ഈ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഭരണമേൽപ്പിച്ചിട്ടുള്ളത്. ആ റോഡുകൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BDOയുടെയും അവിടുത്തെ AEയുടെയും മുമ്പാകെ പോവുകയും ഇതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 25 റോഡുകൾ അനുവദിച്ചു. ഏറ്റവും അവസാനം ഒരു 5 റോഡുകൾ കൂടി തന്നിട്ടുണ്ട്. പക്ഷേ അതിന് പോലും സൈറ്റിനകത്ത് ചെന്ന് നോക്കി ചെറിയ ചെറിയ കാരണങ്ങൾ, ഒരു ലോഡ് കുറവാണ്, അല്ലെങ്കിൽ ഇത്ര സാധനം അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ചയക്കുന്ന രീതിയിലേക്കുള്ള പ്രവണതയാണുള്ളത്. ഞങ്ങൾ ഇന്ന് BDOയായിട്ട് പോയി സംസാരിച്ചു. BDOയും അവിടുത്തെ AE ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്, രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. മണിയൂർ പഞ്ചായത്തിൽ ഇനി വികസനം നടത്തേണ്ടതില്ല എന്നാണോ കേരളത്തിലെ ഇടതുപക്ഷ ഭരണമുന്നണി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് ജനങ്ങൾ മുമ്പാകെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു മാർച്ച് മാസത്തിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ വർക്ക് നടക്കേണ്ട വേളയിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്യുകയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ചില വാറോലകൾ അയച്ചുകൊണ്ട് ഇവർ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ്. മണിയൂർ പഞ്ചായത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് തിങ്കളാഴ്ച 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മാർച്ച് നടത്താൻ മണിയൂർ പഞ്ചായത്ത് UDF സമിതി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ
ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.